അപ്പോൾ ആരൊക്കെയാണ് വി ഡി സതീശൻ ക്യാബിനറ്റിൽ, ഫുൾ ക്യാബിനറ്റിൽ ആരൊക്കെയാണ് അംഗങ്ങൾ, അവർക്കുള്ള വകുപ്പുകൾ ഏതൊക്കെയാണെന്നൊക്കെയുള്ള ഫൈനൽ തീരുമാനമാവുന്ന പ്രധാനപ്പെട്ട മണിക്കൂറുകളാണ്. ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും ഗവർണർക്ക് ഫുൾ ലിസ്റ്റ് കൊടുക്കും എന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതെ, ആരൊക്കെ എന്ന് അറിയാനുള്ള തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുകയാണ്. മന്ത്രിസഭാ രൂപീകരണത്തിൽ ഉച്ചയോടെ അന്തിമ ചിത്രമാകും. ആഭ്യന്തര വിജിലൻസ് വകുപ്പ് ഉറപ്പിക്കുമ്പോഴും വിശ്വസ്തരെ കൂടി മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രമേശ് ചെന്നിത്തല. സംതൃപ്തനാണോ എന്ന ചോദ്യത്തോട് വ്യക്തമായ മറുപടി പറയാനും ചെന്നിത്തല തയ്യാറാകുന്നില്ല. എത്ര രാവിലെ എല്ലാവരും കൂടെ വന്നല്ലോ. സംതൃപ്തനാണ്. രാവിലെ എപ്പോഴും RC എല്ലായ്പ്പോഴും ഉത്തരം പറയുന്നതാണ്. ഇത്തവണ ഉത്തരവില്ല. എന്താ അതിന് കാരണം? അല്ല, പാർട്ടി തീരുമാനിക്കാതെ എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? ഹാപ്പിയാണോ? കോൺഗ്രസിൽ 8 പേർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചവരാണ്. അവർക്ക് പുറമെ VT ബൽറാം, ഷാനിമോൾ ഉസ്മാൻ, T സിദ്ദിഖ് എന്നിവരും അവസാനഘട്ട ചർച്ചകളിൽ പരിഗണിക്കപ്പെടുന്ന പേരുകാരാണ്. കന്റോൺമെന്റ് മുൻ R ശ്രീജിത്ത്, KPCC ആസ്ഥാനത്ത് B ദിലീപ് കുമാർ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം R ശ്രീജിത്തിലേക്ക് പോകുന്നു. ശ്രീജിത്ത്, ഇനി പ്രശ്നപരിഹാരത്തിനുള്ള പ്രധാന പ്രശ്നങ്ങൾ എങ്ങനെയാണ്? ഈ കോൺഗ്രസുകാരുടെ ഏറ്റവും ഒടുവിൽ കേട്ട പേരുകാർ അത് ഫൈനൽ പട്ടികയിലേക്ക് വരാനിടയുണ്ടോ ശ്രീജിത്ത്? ഹാഷ്മി, കോൺഗ്രസ് മന്ത്രിമാരിൽ ഒരു 3 പേരുടെ കാര്യത്തിലാണ് ഇനി അന്തിമ ധാരണയാവാനുള്ളത്. അതിൽ പല പേരുകൾ പരിഗണിക്കുന്നുണ്ട്. VT ബൽറാമിൻ്റെ പേരുണ്ട്. ഒപ്പം തന്നെ ഷാനിമോൾ ഉസ്മാൻ്റെയും IC ബാലകൃഷ്ണൻ്റെയും KA തുളസിയുടെയും പേരുകളുണ്ട്. അൻവർ സാദത്തിൻ്റെ പേര് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത്രയും പേരുകളിൽ നിന്ന് ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നത് സംബന്ധിച്ച ചർച്ചയാണ് ഇനി നടക്കേണ്ടത്. രാവിലെ 10 മണിക്ക് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിലെത്തി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, AICCയുടെ കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരുമായി ചർച്ച നടത്തും. ഈ ചർച്ചയിലായിരിക്കും ഒരു ഫൈനൽ തീരുമാനം വരുന്നത്. മന്ത്രിസഭയിലേക്ക് VT ബൽറാമിനെയും ഷാനിമോൾ ഉസ്മാനെയും കൊണ്ടുവരണമെന്ന കാര്യത്തിൽ നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് താല്പര്യമുണ്ട്. മന്ത്രിസഭയുടെ ഒരു ജനകീയ യുവജന മുഖമായി VT ബൽറാമിനെ അവതരിപ്പിക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം. എന്നാൽ ഈ കാര്യങ്ങളിൽ മറ്റ് സാമുദായിക സമവാക്യങ്ങളടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നായർ വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാരുടെ പ്രാമുഖ്യമുണ്ട്. അതുകൊണ്ടാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി സ്പീക്കറായി വെക്കുന്നത്. എന്നാൽ ഷാനിമോൾ ഉസ്മാനെ ഡെപ്യൂട്ടി സ്പീക്കറാക്കാനോ ആക്കിയുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുലകളും രൂപപ്പെടുന്നുണ്ട്. എന്നാൽ ഷാനിമോൾ അതിനോട് പൂർണ്ണമായും യോജിച്ചിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്നെ നിൽക്കണം, രാഷ്ട്രീയം സംസാരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നിൽക്കണമെന്ന് തന്നെയാണ് ഷാനിമോൾ ഉസ്മാന്റെ താല്പര്യമെന്നാണ് നമുക്ക് അവരുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് അറിയാൻ കഴിയുന്ന കാര്യം. അൻവർ സാദത്ത്, T സിദ്ദിഖ് തുടങ്ങിയവരുടെ പേരുകളാണ് കോൺഗ്രസിൽ നിന്നുള്ള മുസ്ലിം മന്ത്രിമാരുടെ കാര്യത്തിൽ സജീവമായി ചർച്ച ചെയ്യുന്നത്. IC ബാലകൃഷ്ണനാണോ KA തുളസിയാണോ തുടങ്ങിയ കാര്യങ്ങളും ചർച്ചയിലുണ്ട്. എന്തായാലും ഇവരിൽ നിന്ന് 3 പേരെയാണ് ഇനിയുള്ളത്. കാരണം മുഖ്യമന്ത്രി അടക്കം 9 പേരുടെ കാര്യത്തിൽ അന്തിമ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് VD സതീശനെ കൂടാതെ രമേശ് ചെന്നിത്തല, K മുരളീധരൻ, PC വിശ്വനാഥ്, സണ്ണി ജോസഫ്, AP അനിൽകുമാർ, M ലിജു, ബിന്ദു കൃഷ്ണ, ചാണ്ടി ഉമ്മൻ എന്നിവരുടെ കാര്യമാണ് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. B ദിലീപ് കുമാർ കൂടി ചേരുന്നു. KPCC ആസ്ഥാനത്താണ് ദിലീപ് കുമാർ ചേരുന്നത്. ദിലീപ്, ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ കാര്യത്തിൽ നേരത്തെ നമ്മുടെ വിപിൻ സി വിജയനോട് മോൻ ജോസഫ് സംസാരിക്കുമ്പോൾ 2 മന്ത്രിമാരിൽ കുറഞ്ഞ ഒന്നും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് 1 മന്ത്രി 1 ചീഫ് വിപ്പ് സ്ഥാനം എന്ന നിലയ്ക്കാണെന്ന് പറയുന്നു. ലീഗിൽ PK ബഷീറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഉച്ച കഴിയുമ്പോൾ അല്ലെ വൈകുന്നേരമാകുമ്പോഴേക്കും ഗവർണർക്ക് എല്ലാ മന്ത്രിമാരുടെയും പട്ടിക സമർപ്പിക്കണമെങ്കിൽ പരിഹരിക്കേണ്ട ഒരു സെറ്റ് ഓഫ് പ്രശ്നങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ്. ദിലീപ് കുമാർ. ഹാഷ്മി, ഇന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഇന്ന് വൈകിട്ട് തന്നെ ഗവർണറെ കണ്ട് മന്ത്രിമാരുടെ പട്ടിക സമർപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രശ്ന പരിഹാരത്തിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രധാനമായും നടക്കുന്നത്. അതിലേറ്റവും പ്രധാനം കോൺഗ്രസിന്റെ മന്ത്രിമാരെ സംബന്ധിച്ച കാര്യത്തിലാണ്. ഇപ്പോൾ തന്നെ 8 പേർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ശേഷിക്കുന്ന 3 പേരുടെ കാര്യത്തിൽ മാത്രമാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനമെടുക്കാൻ വൈകില്ല എന്നു തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. സ്പീക്കർ സ്ഥാനത്തേക്ക് ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ ചിലരെ സ്പീക്കർ സ്ഥാനത്തേക്ക്, അതിലേതെങ്കിലും ഒരാളെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കാം എന്ന നിലയിലേക്കായിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, N ശക്തൻ, VT ബൽറാം ഇവരിൽ ആരെയെങ്കിലും സ്പീക്കർ സ്ഥാനത്തേക്കും കൂടി കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് ഷാനിമോൾ ഉസ്മാനെ പരിഗണിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. അതേസമയം കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ 1 മന്ത്രി
അതോടൊപ്പം തന്നെ ചീഫ് വിപ്പ് ഈ നിലയിൽ ആ പ്രശ്നം പരിഹരിക്കാം എന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് 2 മന്ത്രിസ്ഥാനം വേണമെന്നത്. പക്ഷേ ആ കാര്യത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ അനുനയിപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക്. വകുപ്പുകളുടെ കാര്യത്തിലും ഏതാണ്ട് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് ഇതിനകം. ഇനിയൊരു അന്തിമ ചർച്ച കൂടി ഇവരുമായിട്ടൊക്കെ നടത്തി അത് ആ കാര്യത്തിലൊന്ന് ഫൈനലൈസ് ചെയ്യുക എന്നത് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ബാക്കിയുള്ളത്. അതുകൊണ്ട് ഇന്നു തന്നെ ഗവർണർക്ക് പട്ടിക നൽകുക, ഒരുപക്ഷെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താ സമ്മേളനം വിളിച്ച് മന്ത്രിമാരും അവരുടെ വകുപ്പുകളും പ്രഖ്യാപിക്കുന്നതിനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. ഹാഷ്മി, അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.